കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് മമ്മൂക്കയെ ഏറ്റവും സ്റ്റൈലിഷായി അവതരിപ്പിച്ച ചിത്രമായിരുന്നു അമൽ നീരദിന്റെ ഭീഷ്മപർവ്വം. അഞ്ഞൂറ്റിയിലെ മൈക്കിളായി മമ്മൂക്ക നിറഞ്ഞാടിയ ചിത്രം തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്ററായി മാറുകയായിരുന്നു. അമൽ നീരദിന്റെ ഫ്രെയിമിലേക്ക് മമ്മൂക്ക വരുമ്പോൾ മറ്റാര് വരുന്നതിനേക്കാളും ഭംഗിയാണ്. 2007 ഇറങ്ങിയ ബിഗ് ബി ആയിരുന്നു അമൽ നീരദ് മമ്മൂക്ക ടീമിന്റെ ആദ്യത്തെ ചിത്രം. ആ കാലത്ത് തിയേറ്ററിൽ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് മലയാള സിനിമയുടെ ഗെയിം ചേഞ്ചറായി മാറിയ ചിത്രമായിരുന്നു ബിഗ് ബി. വലിയ രീതിയിൽ പ്രേക്ഷക പിന്തുണയുള്ള ചിത്രമാണ് ബിഗ് ബി. മമ്മൂക്കയുടെ കരിയറിലെ തീർത്തും വ്യത്യസ്തമായ കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു. മലയാള സിനിമയുടെ മേക്കിംഗ് സ്റ്റൈലിൽ പുതുമ കൊണ്ടുവന്ന അമൽ നീരദിന്റെ ആദ്യ ചിത്രം. മമ്മൂക്കയും അമൽ നീരദും ഒരുമിക്കുന്നത് കാത്തിരുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ബിഗ് ബിയുടെ രണ്ടാം ഭാഗം അമൽ നീരദ് അനൗൺസ് ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ആ ചിത്രം നടക്കാതെ പോയി. അങ്ങനെയാണ് 2022 ഭീഷ്മപർവ്വത്തിലൂടെ മമ്മൂക്കയും അമൽ നീരദും ഒന്നിക്കുന്നത്. കോവിഡ് കാലം ആയതുകൊണ്ട് തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസിനിടയിൽ ഷൂട്ട് ചെയ്ത ചിത്രമായിരുന്നു ഭീഷ്മപർവ്വം. പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ഒരു വീടുമായി ബന്ധപ്പെട്ടാണ് ഈ ചിത്രത്തിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ വളരെ ഗംഭീരമായി തന്നെ അമൽ നീരദ് അത് ഫ്രെയിമിലാക്കി. കോവിഡിന്റെ പരിമിതികളൊന്നും നമുക്ക് ഈ ചിത്രം സ്ക്രീനിൽ കാണുമ്പോൾ തോന്നില്ല. മമ്മൂക്ക പതിവിലെല്ലാം ഗംഭീരമായി വളരെ സ്റ്റൈലിഷായി തന്നെ ഈ ചിത്രത്തിൽ പെർഫോം ചെയ്തു. ഓരോ ഫ്രെയിമിലും മമ്മൂക്ക വരുമ്പോൾ വലിയ രീതിയിലുള്ള ആവേശമായിരുന്നു തിയേറ്ററിൽ ഉണ്ടായത്. മമ്മൂക്കയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രമായി ഭീഷ്മപർവ്വം 2022 മാറിയിരുന്നു. അമൽ നീരദ് ഈ ചിത്രത്തിൽ ഉപയോഗിച്ചത് മമ്മൂട്ടിയുടെ സ്വാഗ് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ജങ്കാർ ഫൈറ്റിലൊക്കെ മമ്മൂക്കയെ ഗംഭീരമായി അമൽ പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ്. മമ്മൂക്ക സ്റ്റൈലിഷ് മാസ് റോളിലേക്ക് വരുമ്പോൾ തന്നെ വല്ലാത്തൊരു ഓറയാണ്. അതിനെ ഗംഭീരമായി ഉപയോഗിച്ച ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഭീഷ്മപർവ്വം. ഇനി മമ്മൂക്ക അമൽ നീരദ് ടീം ഒരുമിക്കുമോ എന്നറിയില്ല. 4 വർഷം തികയുന്ന ഭീഷ്മപർവ്വം ഇപ്പോഴും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി ചിത്രങ്ങളിൽ ഒന്നാണ്. മലയാള സിനിമയിലെ ഡ്രീം കോംബോകളിൽ ഒന്നാണ് അമൽ നീരദ് മമ്മൂട്ടി. മമ്മൂക്ക മലയാള സിനിമയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ഒരുപാട് മികച്ച സംവിധായകരുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ട ഒരാൾ കൂടെയാണ് അമൽ നീരദ്. ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ അമൽ നീരദ് ഇതിനകം നൽകി കഴിഞ്ഞു. തീർത്തും സ്റ്റൈലിഷായ ചിത്രങ്ങളാണ് അമൽ നീരദ് നൽകുന്നത്. അമൽ നീരദ് ചിത്രങ്ങളിൽ നായകന്മാരായി ആരെത്തിയാലും അവരെ വളരെ സ്റ്റൈലിഷായി അമൽ പ്രസന്റ് ചെയ്യാറുണ്ട്. സാഗർ ഇലിയാസ് ജാക്കി ആയിരുന്നു ലാലേട്ടൻ അമൽ നീരദിന്റെ ഫ്രെയിമിൽ എത്തിയ ചിത്രം. പൃഥ്വിരാജ് അൻവറിലൂടെ അമൽ നീരദിന്റെ ഫ്രെയിമിൽ എത്തിയിരുന്നു. ഫഹദ് ഫാസിൽ വരത്തനിലൂടെയും കുഞ്ചാക്കോ ബോബൻ ബൊഗൈൻ വില്ലയിലൂടെയും ഒക്കെ അമൽ നീരദ് ഫ്രെയിമിലേക്ക് എത്തിയിരുന്നു. അമൽ നീരദിന്റെ പുതിയ ചിത്രം ബാച്ചിലർ പാർട്ടി 2 ആണ്. നെസ്റ്റൽ ഉൾപ്പെടെയുള്ള താരനിരയാണ് ഈ ചിത്രത്തിലുള്ളത്. എന്തായാലും വലിയ കാത്തിരിപ്പാണ് അമൽ നീരദ് മമ്മൂട്ടി കോംബോയിൽ ഒരു ചിത്രം വരുന്നതിന് വേണ്ടി. ഏതായിരിക്കും അമൽ മമ്മൂട്ടി കോംബോ ചിത്രം എന്ന് അറിയില്ല. എന്തായാലും ഒരു ചിത്രം കൂടെ ഇവരുടെ കോംബോയിൽ സംഭവിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.